എല്ലാവർക്കും ആൻറ്റിയമ്മ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ജാമാണ്. കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ ഉണ്ടാക്കാവുന്ന ഒരു മാംഗോ ജാമിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മാങ്ങ ജാം ഉണ്ടാക്കാനുള്ള മാങ്ങ ചെത്തി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മൂവാണ്ട മാങ്ങയാണ്. ഇത് ഏകദേശം 2 കിലോ കാണും. ഇനി ഇതിന് ചെറിയ പീസുകളായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി അത് മുറിച്ചെടുത്ത് മിക്സിക്കകത്ത് അടിച്ചെടുക്കണം. അപ്പോൾ അത് മുറിച്ചെടുക്കാമേ. മാങ്ങയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുവരാൻ. നമ്മുടെ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ജാം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങയുടെ മിക്സങ്ങായി ഒഴിച്ചു കൊടുക്കാം. ഒരു കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടി തട്ടാതെ ഇളക്കി കൊടുക്കണം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും ചിലപ്പോൾ കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലോട്ട് ഇച്ചിരി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയാണ്, നീരാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര ഇടണം. ഈ ചെറുനാരങ്ങയ്ക്ക് ഒഴിക്കാനെടുത്ത ഇതേ പാത്രം കൊണ്ട് തന്നെയാണ് 2 പാത്രം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിതിലേക്ക്. ഇനി മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇത് തുടരെ ഇളക്കി കൊടുക്കാം. ഇതൊന്നും ആയില്ല. നന്നായിട്ട് ഒത്തിരി ഇളക്കി ജാം പരുവത്തിലെടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതായില്ല, കുറച്ചുകൂടി ആവാണ്ട്. ഇത് ചെറിയൊരു ജെല്ലി പരുവത്തിൽ വരണം. എന്നാൽ ഹലുവ പോലെ ആകണ്ട, എന്നാൽ കുറച്ചുകൂടെ കളറ് മാറാനുണ്ട്. അപ്പോഴാണ് ജാമിൻ്റെ രൂപത്തിൽ ഇതാവുന്നത്. നമ്മൾ ജാമൊക്കെ വാങ്ങിക്കുമ്പോൾ കാണില്ലേ, അതുപോലെ തന്നെ ആവണമെങ്കിൽ കുറച്ചുകൂടെ വറ്റി വരാനുണ്ട്. പിന്നെ നമ്മൾ ഇടവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോഴിത് കറക്റ്റ് ജാമിൻ്റെ പരുവത്തിലേക്ക് വന്നിട്ടില്ല. അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണിത്. ഇനി നമ്മൾ കുറച്ചുകൂടി ഇളക്കിയെടുക്കാനുണ്ട്. ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ജാമിൻ്റെ പരുവത്തിലേക്ക് വരും. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് ഒത്തിരി അങ്ങ് പോയി കഴിഞ്ഞാൽ ഹലുവ പോലെ വരും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ജെല്ലി പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വളരെ നല്ല ജാമിൻ്റെ ജെല്ലി പരുവത്തിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ട, ജെല്ലി പോലെ ഇരിക്കുന്നത് ഇങ്ങനെ ഈ പരുവത്തിലെടുക്കണം. അതാണ് എൻ്റെ കറക്റ്റ് ജാമിൻ്റെ കറക്റ്റ് രീതി. ഇതാണ്. അല്ലാതെ നമ്മൾ ഒഴുകി വരുന്ന പോലെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് പോവുകയാണെങ്കിൽ ഹലുവ പരുവത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബ്രെഡിൻ്റെ മുകളിലൊന്നും തേച്ച് കഴിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ജാമ് നന്നായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചത്. ഇത് 1-2 മാസമൊക്കെ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കും. അതിലും കൂടുതൽ സമയങ്ങൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണമെങ്കിൽ സിട്രിക് ആസിഡാണ് ഉപയോഗിക്കേണ്ടത്. എൻ്റെ സിട്രിക് ആസിഡ് ഉണ്ടായിരുന്നു, പക്ഷേ തീർന്നു പോയി. ഇപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീര് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. നമുക്ക് 1-2 മാസങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിതിനെ ഇനിയൊരു ചെറിയ 2 പാത്രങ്ങളിലേക്ക് മാറ്റാതെ, ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച പാത്രമാണ്, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാവുന്ന രീതിയിൽ മാറ്റാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് കുറേശ്ശെ എടുത്ത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. ഇതാകുമ്പോൾ ഫ്രിഡ്ജിനകത്ത് അങ്ങനെ ഇരുന്നോളും.
നമ്മുടെ ജാം 2 ഡബ്ബയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അടച്ച്, ഐസ്ക്രീമിൻ്റെ പാത്രമാണ്, അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് നല്ല സേഫായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മഴക്കാലത്ത് മാങ്ങയൊക്കെ ഇഷ്ടം പോലെ വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒക്കെ എടുത്ത് എല്ലാവരും ഉണ്ടാക്കി ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ബ്രെഡിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.